നമസ്കാരം. വിദേശത്ത് പോയി സമ്പാദിച്ച് അവിടെ തന്നെ സ്ഥിരതാമസമാക്കുന്നവരുടെ എണ്ണം അനുദിനം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ രീതികളും സാമ്പത്തികമായി ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയാൻ താല്പര്യമുണ്ടാകും എല്ലാവർക്കും. അത്തരത്തിൽ US-ൽ ഏർപ്പാടാക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. US-ലുള്ളവർക്കും അവിടേക്ക് പോകാൻ തയ്യാറാകുന്നവർക്കും ഒരുപക്ഷേ ഈ വീഡിയോ ഗുണകരമായേക്കാം. US-ൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകുന്ന ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റിമുലസ് പേയ്മെൻറ്റ് സംവിധാനം വരികയാണ്. $1390 ഇതുവഴി സർക്കാർ വിതരണം ചെയ്യുന്നത്. വരുമാനം കുറഞ്ഞവരെയും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെയും ലക്ഷ്യമിട്ടുള്ള ഈ ഒരു പദ്ധതിയിൽ അപേക്ഷയില്ലാതെ തന്നെ തുക അക്കൗണ്ടിലെത്തുന്നതാണ്. പണപ്പെരുപ്പം കാരണം ബുദ്ധിമുട്ടുന്ന സാധാരണക്കാർക്ക് ഈ തുക അത്യാവശ്യ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സ്റ്റിമുലസ് ചെക്ക് എന്നറിയപ്പെടുന്ന സ്റ്റിമുലസ് പേയ്മെൻറ്റ് സംവിധാനം എന്ന് തുടങ്ങും എന്ന ഔദ്യോഗിക തീയതി ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഈ മാസം തന്നെ ആരംഭിക്കാനാണ് സാധ്യതകൾ. ഇൻ്റേണൽ റവന്യൂ സർവീസും മറ്റ് ഏജൻസികളും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനനുസരിച്ച് ഈ ഒരു തീയതികളിൽ മാറ്റങ്ങൾ വന്നേക്കാം. എന്തായാലും എന്താണ് സ്റ്റിമുലസ് ചെക്കെന്നും അതിന് നിങ്ങൾ യോഗ്യരാണോ എന്നും എങ്ങനെ ഇതിനായി അപേക്ഷിക്കാമെന്നും വിശദമായി നോക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും US-ലെ ഫെഡറൽ ഗവൺമെൻറ് നേരിട്ട് നൽകുന്ന പണമാണ് സ്റ്റിമുലസ് ചെക്ക് എന്ന് പറയുന്നത്. സാമ്പത്തിക ആശ്വാസവും സാമ്പത്തിക ഉത്തേജനവുമാണ് ഇതിൻ്റെ ലക്ഷ്യം. വരുമാനം കുറഞ്ഞവരെയും ഇടത്തരക്കാരെയുമാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി, പണപ്പെരുപ്പം തുടങ്ങിയ സമയങ്ങളിൽ സ്റ്റിമുലസ് പേയ്മെൻറ്റ് വലിയ ആശ്വാസമാകും. ഇത് കിട്ടുന്നതിലൂടെ ആളുകൾ കൂടുതൽ പണം ചെലവഴിക്കും. ഇതുവഴി രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത്. 2020-ലും 2021-ലും കോവിഡ് സമയത്ത് താൽക്കാലികമായി ഈ സംവിധാനം നടപ്പാക്കി വിജയിച്ചിരുന്നു. പണം സാധാരണയായി അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുന്നതാണ്. ഈ പണം ടാക്സിൽ ഉൾപ്പെടില്ല എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. അതുപോലെ തന്നെ മറ്റ് ഫെഡറൽ ആനുകൂല്യങ്ങളെയും ഇത് ബാധിക്കില്ല. ഇത് ലഭിക്കാനുള്ള യോഗ്യതകളെക്കുറിച്ച് പറയാം. US പൗരത്വം, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്നിവ ഉണ്ടായിരിക്കണം. വരുമാനം ഒരു പരിധിയിൽ താഴെ ആയിരിക്കണം. ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. വരുമാനം കൂടിയാൽ പേയ്മെൻറ്റ് കുറയുന്നതാണ്. US പൗരന്മാർ, ഗ്രീൻ കാർഡ് ഉടമകൾ, H1B1, L1 വിസയുള്ളവർ എന്നിവർക്ക് ഈ പേയ്മെൻറ്റിന് അർഹതയുണ്ട്. ഇന്ത്യൻ പൗരന്മാർക്കും സ്റ്റിമുലസ് ചെക്ക് ലഭിക്കാൻ അർഹതയുണ്ട്. H1B1 വിസയുള്ളവർക്കും ഗ്രീൻ കാർഡ് ഉടമകൾക്കും ഇതിനായി അപേക്ഷിക്കാവുന്നതാണ്. അവർ US-ൽ ടാക്സ് അടയ്ക്കുന്നവരായിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട്. അതേസമയം F1, J1 വിസയിലുള്ള വിദ്യാർത്ഥികൾക്ക് സാധാരണയായി ഇതിന് അർഹതയില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക സ്റ്റേറ്റ്മെൻറ്റ് വരാനുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുക. മുൻപ് സ്റ്റിമുലസ് പേയ്മെൻറ്റ് ലഭിച്ചിട്ടുള്ളവർക്ക് ഇപ്പോഴത്തെ വരുമാനം കുറവാണെങ്കിൽ ഈ ധനസഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റിമുലസ് ചെക്കിനായി നിങ്ങൾ യോഗ്യരാണോ എന്ന് പരിശോധിക്കാൻ ഒരു എളുപ്പ വഴിയുമുണ്ട്. ഇൻ്റേണൽ റവന്യൂ സർവീസിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ച ഗെറ്റ് മൈ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ചെക്ക് എലിജിബിലിറ്റി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യോഗ്യത നിർണ്ണയിക്കാൻ ഇൻ്റേണൽ റവന്യൂ സർവീസ് നിങ്ങളുടെ ഏറ്റവും പുതിയ റിട്ടേൺ ഉപയോഗിക്കുന്നതാണ്. നികുതി അടയ്ക്കാത്ത സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സപ്ലിമെൻ്ററി സെക്യൂരിറ്റി ഗുണഭോക്താക്കളെ പരിഗണിക്കും. അതായത് പ്രത്യേക അപേക്ഷ ഇതിന് ആവശ്യമില്ല. വെബ്സൈറ്റിലെ വിവരങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളും മേൽവിലാസവും ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. സ്റ്റിമുലസ് പേയ്മെൻറ്റ് പൂർണ്ണമായും നികുതി രഹിതമാണ്. അതിനാൽ തന്നെ അടുത്ത നികുതി റിട്ടേണിൽ വരുമാനമായി റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. കൂടാതെ മെഡിക്കെയ്ഡ് പോലുള്ള മറ്റ് ഫെഡറൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇത് തടസ്സവുമാകില്ല. സ്റ്റിമുലസ് പാക്കേജ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് സർക്കാരിന് നിയമങ്ങളൊന്നുമില്ല. അത്യാവശ്യ ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കാം എന്നാണ് സർക്കാർ പറയുന്നത്, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻ്റേണൽ റവന്യൂ സർവീസിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അതിലൂടെ സംശയം ദൂരീകരിക്കാവുന്നതുമാണ്.